ഇറാനെ ഞെരിച്ചു കൊല്ലുവാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ബ്രിട്ടൻ രംഗത്തെത്തിയിരിക്കുന്നു. നമുക്കറിയാം 2015 ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെയാണ് കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക അടിത്തറ തകർത്ത് തരിപ്പണമാക്കി. അതേ മാതൃകയിൽ ഇപ്പോൾ ബ്രിട്ടൻ ഇറാനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യയ്ക്ക് സഹായകരമായ രീതിയിൽ ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ ഇറാൻ റഷ്യയ്ക്ക് നൽകിയിരുന്നു. ഇതാണ് ഇപ്പോൾ ഈ ഉപരോധത്തിന് കാരണമായതെന്ന് UN രക്ഷാസമിതിയിൽ ബ്രിട്ടന്റെ വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി പറയുന്നത് ആദ്യഘട്ടത്തിൽ ഞങ്ങൾ വിമാന കമ്പനികൾക്കും ഷിപ്പിംഗ് കമ്പനികൾക്കുമാണ് ഉപരോധം ഏർപ്പെടുത്തുന്നതെന്നാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ബ്രിട്ടനിലേക്കുള്ള അവരുടെ വിമാന സർവീസുകളും ഒപ്പം തന്നെ ഷിപ്മെന്റുകളും മറ്റുമൊക്കെ ഈ ഉപരോധത്തിന്റെ പരിധിയിൽ വരും. ഇങ്ങനെ മറ്റു രാജ്യങ്ങളും ഇപ്പോൾ ബ്രിട്ടൻ തുടങ്ങി വെക്കുന്നത് യൂറോപ്യൻ യൂണിയന്റെ ഒരു ഭാഗമായി തന്നെ വേണം കരുതാൻ. അങ്ങനെ തുടങ്ങി വെക്കുന്നത് ഒരു ശക്തമായ ഒരു ഉപരോധത്തിലേക്ക് വരികയും ഡൊണാൾഡ് ട്രംപ് ജനുവരിയിൽ അധികാരമേറ്റെടുക്കുമ്പോൾ അത് കുറച്ചുകൂടി കടുപ്പിക്കുകയും ചെയ്താൽ ഇപ്പോൾ തന്നെ സാമ്പത്തികമായി നട്ടം തിരിയുന്ന ഇറാനെ സംബന്ധിച്ച് മരണതുല്യമായിരിക്കും അത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.